പക്ഷെ ശരി ശരി തിരുത്തുമെന്നാണ് പറയുന്നത്. പക്ഷെ തിരുത്തൽ ഏത് തലം വരെ എന്നാണ് ശ്രീമതി കെ രമ? തെറ്റുതിരുത്താൻ തയ്യാറാണ് എന്ന് പാർട്ടി പറയുന്നു. വടകരയിൽ നമ്മൾ കണ്ടു എത്ര ലക്ഷം വോട്ടിലാണ് അവരുടെ സ്റ്റാർ കാൻഡിഡേറ്റ് പരാജയപ്പെട്ടത് എന്ന്. അവിടെ കെ രമയും RMP എന്ന കക്ഷിയും ഒപ്പം TP ചന്ദ്രശേഖരനും മധുവും ഒക്കെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട്, അതിന് തൊട്ട് മുൻപ് ഇലക്ഷൻ തൊട്ട് മുൻപ് വന്ന ഈ ശിക്ഷ ഇരട്ടിപ്പിക്കലൊക്കെ ഏത് തരത്തിൽ സ്വാധീനിച്ചു എന്ന് CPM-കാർ പറയില്ലെങ്കിലും ജനത്തിനത് അറിയാം. ഈ തിരുത്തൽ പ്രക്രിയ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. രമ, അതെ, തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത്, ഒരുപക്ഷെ വടകരയിലൊക്കെ നേരിട്ട തിരിച്ചടി എന്ന് പറയുന്നത് ചെറുതല്ല. 1,14,000 വോട്ടിന് കേരളത്തിലെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ ആ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് വിശേഷിപ്പിച്ച ആൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം വടകരയിൽ ഉണ്ടായതൊക്കെ TP കേസിന്റെ ഈ ഒക്കെ ഒരു പശ്ചാത്തലമാണ്. TPയെ കൊന്നതിനുള്ള ഒരു പ്രതികാരം ആളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അവരത് വിനിയോഗിക്കുന്നത് ഒരുപക്ഷെ വോട്ടിലൂടെയാണ്. ഈ ജനാധിപത്യത്തിലൂടെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുക എന്നത് തന്നെയാണ് ഇവിടുത്തെ ജനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം കിട്ടിയ തിരിച്ചടികളുണ്ട്. പക്ഷെ അതിൽ നിന്നും ഒരു പാഠവും ഉൾക്കൊള്ളാൻ, പഠിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതല്ലേ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവര് ഏത് തെറ്റുതിരുത്തലാണ് നടക്കുന്നത്? ആരോടാണ് തെറ്റുതിരുത്തലുമായി മുന്നോട്ട് പോകുന്നത്? ഇതൊക്കെ പ്രഹസനമാണ്, ആളുകളുടെ കണ്ണിൽ പൊടിയിലാണ്. ഇവിടുത്തെ സാധാരണ പാർട്ടിക്കാർ, കമ്മ്യൂണിസ്റ്റുകാർക്ക്, നന്മയുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റ് ഹൃദയങ്ങളുള്ള മണ്ണാണ് ഈ കേരളവും നമ്മുടെ ഈ ഇടങ്ങളിലൊക്കെ. അവരൊക്കെ ഇപ്പോഴും സത്യസന്ധമായി ഈ പാർട്ടി മുന്നോട്ട് പോകണം, പാർട്ടി വളരണം, കമ്മ്യൂണിസം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ ഇപ്പം നിരാശരാണ്. അവരൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി, ഈ നേതൃത്വത്തിന്റെ കീഴിൽ ഈ പാർട്ടി ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനല്ല തകർച്ച സംഭവിച്ചിരിക്കുന്നത്, അവർക്ക് അതിനല്ല കോട്ടം. പക്ഷേ അത് നടപ്പിൽ വരുത്തുന്നതിൽ, അതിൽ പ്രയോഗത്തിൽ വരുത്തുന്നതിലുള്ള പാളിച്ചകളും പിഴവുകളും പാർട്ടി നേതൃത്വത്തിൽ നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ്. അഹങ്കാരം, ധാർഷ്ട്യം ഒരു കുറവുമില്ലല്ലോ. ആ ധാർഷ്ട്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് തെറ്റുതിരുത്തുന്നത്? ഏത് തെറ്റാണ് തിരുത്തുക എന്ന് ഇവർ ജനങ്ങളോട് പറയുന്നത് മനസ്സിലാകുന്നില്ല. എനിക്കൊരു പ്രതീക്ഷയുമില്ല ഇനി തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ ആ പാർട്ടിക്ക് സാധിക്കുമെന്നുള്ളത്. ഈ നേതൃത്വം മാറി പുതിയ വിഭാഗങ്ങളൊക്കെ അതിനകത്തേക്ക് ഉയർന്നു വരുമ്പോൾ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ആ പ്രതീക്ഷയിൽ ഒരുപക്ഷെ സാധാരണ ആളുകൾ നിൽക്കുന്നു. ഒരു ചോദ്യം കൂടി അവസാനമായി, അതായത് ഈ നിയമ പോരാട്ടം ഇപ്പോഴും വിഷയത്തിൽ തുടരുകയാണ്. CB അന്വേഷണം അടക്കം താങ്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശിക്ഷ ഇനിയും വർദ്ധിപ്പിക്കണമെന്ന തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. ഇത് ഇങ്ങനെ ചില നീക്കങ്ങൾ കൂടി ശ്രീ അസഫ് അലി പറയുന്ന പോലെ സർക്കാർ ഇതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ സർക്കാരിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് സാധ്യമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ എന്താണ് ഇനി മുന്നോട്ടുള്ള നീക്കം എന്നുള്ളതാണ്. ഇപ്പോൾ അല്പം മുമ്പ് KPCC മുൻ അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയുടെ എന്ന വാർത്താക്കുറിപ്പ് നിയമപരമായും രാഷ്ട്രീയമായും ഈ വിഷയത്തെ നേരിടുമെന്നുള്ളതാണ്. അങ്ങനെ പോരാട്ട വഴിയിൽ തന്നെയാണോ മുന്നോട്ട്? അല്ല, ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരും. ജനങ്ങൾ മുഴുവൻ പ്രതിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ജനങ്ങളാണ് അടിസ്ഥാനം. അവരുടെ പ്രതിഷേധവും പ്രതികരണങ്ങളും തന്നെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം നിയമ പോരാട്ടം എന്ന് പറഞ്ഞാൽ പ്രാഥമികമായ റിപ്പോർട്ടേ വന്നിട്ടുള്ളൂ. അന്തിമമായ റിപ്പോർട്ട് വന്നാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. ആ കോടതിയെ സമീപിക്കും. അതിന് പുറമേ തന്നെ ഗവർണറെ ഉൾപ്പെടെ നേരിട്ട് കണ്ടുകൊണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് ആലോചിച്ചിരിക്കുന്നത്. അത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച്, പാർട്ടിയുമായിട്ട് ആലോചിച്ചൊക്കെ മറ്റ് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ശ്രീ അസഫ് അലി, എന്താണ് ഈ